ശബരിമല സ്വർണ്ണക്കൊള്ളിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായക തെളിവ് കൈമാറി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റത് 15 ലക്ഷം രൂപയ്ക്കാണ് എന്നാണ് മൊഴി. ശബരിമലയുടെ പേര് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണയായി 70 ലക്ഷം രൂപ വാങ്ങിയെന്നും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. 24 ബ്രേക്കിംഗ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് SITക്ക് മുന്നിൽ ഹാജരായി തെളിവുകൾ സഹിതമാണ് ഗോവർദ്ധൻ മൊഴി നൽകിയത്. ശബരിമലയിലെ സ്വർണം 15 ലക്ഷം രൂപയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് വിറ്റത്. ശബരിമലയിലെ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് താനടക്കമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് 70 ലക്ഷം രൂപ പോറ്റി വാങ്ങി. ശബരിമലയിലെ മോഷണ വിവരങ്ങൾ പുറത്തായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലും ബംഗളൂരുവിലും എത്തി. തനിക്കെതിരെ ഒന്നും ആരോട് പറയരുതെന്ന് സ്പോൺസർമാരോട് ആവശ്യപ്പെട്ടു. അന്വേഷണം ആരംഭിച്ച ശേഷവും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുടെ പേര് പറഞ്ഞ് പണം പിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ താനടക്കം പിന്നീട് പണം നൽകിയില്ല എന്നും ഗോവർദ്ധൻ മൊഴി നൽകി. കേസിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ്. നിലവിലെ മൊഴി പരിശോധിച്ച് ഗോവർദ്ധനെ മാപ്പുസാക്ഷിയാക്കാൻ കഴിയുമോ എന്നും SIT പരിശോധിക്കുന്നുണ്ട്. ശ്യാംകുമാർ, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.